പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയിലേക്ക് നോക്കിക്കൊണ്ട് നാം ധ്യാനാത്മകമായ യാത്രയിലാണ്. അമ്മയുടെ മക്കളായ നാം ഓരോരുത്തരും കുറെ കൂടി വിശുദ്ധീകരിക്കപ്പെടാൻ പരിശ്രമിക്കുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് ആത്മധൈര്യം നൽകുന്ന വലിയൊരു സത്യം അമ്മയുടെ കൺമുമ്പിലാണ് നാം ഓരോരുത്തരും. അമ്മയുടെ മടിത്തട്ടിലാണ് നാം ഓരോരുത്തരും എന്നുള്ളതാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിൽ നിന്നും നാം മോചിതരാകും. ഈ അമ്മ നമുക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പക്ഷം പറയാൻ പരിശുദ്ധ അമ്മയുണ്ട്, സ്വർഗത്തിന്റെ രാജ്ഞിയുണ്ട്. നമുക്ക് സംരക്ഷണം നൽകാൻ പരിശുദ്ധ അമ്മയുടെ കരവലയമുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മൾ ഓരോരുത്തരിലും ആഴപ്പെടുത്താൻ ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ, ഒന്നാമത്തെ ദിവ്യരഹസ്യം ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ. എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വചനം. 3-ാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നപ്പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവീൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവീനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവീൻ അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് പരിശുദ്ധ അമ്മയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ധ്യാനാത്മകമായ യാത്രയുടെ 23-ാം ദിവസമാണ്. ഇന്നലെ പരിശുദ്ധ അമ്മ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയാണ് എന്ന് നാം ധ്യാനിച്ചു. അമ്മ അനുഭവത്തിൽ ആഴപ്പെടാനുള്ള പരിശ്രമമായി. ഇന്ന് നമ്മുടെ അമ്മമാർ സാർവത്രികമായി എല്ലായിടത്തും നിറവേറ്റുന്ന ഒരു ദൗത്യത്തെ സംബന്ധിച്ചാണ് പരിശുദ്ധ അമ്മ നമ്മളുടെ അഭിഭാഷകയാണ് എന്നുള്ള ആ ഒരു സത്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെറ്റമ്മമാര് എപ്പോഴും നമുക്ക് വേണ്ടി വാദിക്കുന്നവർ. ലോകം മുഴുവനും കുറ്റം വിധിച്ചാലും ഒരമ്മയും മക്കളെ കുറ്റം വിധിക്കുകയില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലും ആ മകളുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് അവരെ ബലപ്പെടുത്താനും അവരെ ന്യായീകരിക്കാനും പരിശ്രമിക്കും. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ
അമ്മ എപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ഒരു അഭിഭാഷകയുടെ ആ ഒരു റോളിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അഭിഭാഷകര് അവര് നിയമം പഠിച്ചവരാണ്. പരിശുദ്ധ അമ്മയും നിയമത്തിൻ്റെ തലനാരിഴ കീറി പഠിച്ച് ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു അഭിഭാഷകയാണ്. ഇക്കാര്യത്തിൽ പണ്ഡിതയാണ്, പ്രഗത്ഭയാണ്. എന്താണ് നമ്മുടെ നിയമം? വചനമാണ്, വചനാധിഷ്ഠിതമായ ജീവിതം. വചനമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. വചനത്തിൻ്റെ മാനദണ്ഡം വെച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റ് ശരികൾ നാം നിർണയിക്കുന്നത്. രണ്ടാമതായി പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രചോദനം. സാധാരണ നാം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത് നിയമത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ കോടതികളിൽ ഉണ്ടാകുന്ന വിധിയുടെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ചും സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ സ്വർഗത്തിൻ്റെ ആ ഒരു ഇടപെടൽ, സ്വർഗത്തിൻ്റെ മനോഭാവം, വചനത്തെ സംബന്ധിച്ചുള്ള സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുന്നത്, ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഏക നിയമമാണ് എന്ന് നാം പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ അമ്മ വാദിക്കും. പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യാഖ്യാനത്തിൻ്റെ, പ്രചോദനത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ, പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന വ്യത്യസ്തമായ വഴികളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി വാദിക്കും. ഇക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. പരിശുദ്ധ അമ്മയേക്കാൾ വചനത്തിൽ പാണ്ഡിത്യം നേടിയിട്ടുള്ള, അനുഭവം നേടിയിട്ടുള്ള വേറൊരു വ്യക്തി, ഒരു മനുഷ്യ വ്യക്തി ജീവിച്ചിട്ടില്ല. അപ്പോൾ അമ്മയേക്കാൾ മെച്ചപ്പെട്ട ഒരു അഭിഭാഷകയെ കണ്ടെത്തുക സാധ്യമല്ല. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയതുപോലെ മറ്റൊരു വ്യക്തിയിലും പരിശുദ്ധാത്മാവ് ഇത്രമാത്രം നിറഞ്ഞൊഴുകിയിട്ടില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യവും നമുക്കറിയാം. അതുകൊണ്ട് അമ്മയോളം യോഗ്യയായ ഒരു അഡ്വക്കേറ്റിനെ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. ദൈവസന്നദ്ധിയിൽ നമുക്ക് വേണ്ടി അവസാന മുഹൂർത്തം വരെ നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് നമ്മെ ന്യായീകരിക്കാനും നമ്മുടെ വീഴ്ചകൾക്ക് ദൈവസന്നദ്ധിയിൽ മാപ്പിരന്നുകൊണ്ട് അവിടുത്തെ കാരുണ്യം നേടിത്തരാനും പരിശുദ്ധ അമ്മ എപ്പോഴും പരിശ്രമിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. പക്ഷേ എന്താണ് വേണ്ടത്? ലോകത്തുള്ള എല്ലാ വക്കീലന്മാരും എൻ്റെ വക്കീലല്ല. ലോകത്ത് പല വക്കീലന്മാരുണ്ട്. സുപ്രീം കോടതി മുതൽ ഈ താഴത്തെ തട്ടിൽ വരെയുള്ള കോടതികളിൽ വക്കീലന്മാർ. എൻ്റെ വക്കീലായി തീരുന്നത് എപ്പോഴാണ്? വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുമ്പോഴാണ്. നാം എന്താണ് ചെയ്യുന്നത്? മരിയൻ സമർപ്പണത്തിലൂടെ നാം ചെയ്യുന്നത്, എൻ്റെ അമ്മയ്ക്ക് ഞാൻ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുകയാണ്. അമ്മയെ എൻ്റെ അമ്മയായി ഏറ്റെടുത്തുകൊണ്ട്, സ്വീകരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ വാദമുഖങ്ങളും എന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടായാലും, എനിക്ക് വേണ്ടി മാപ്പപേക്ഷ നൽകിക്കൊണ്ടായാലും, എനിക്ക് സുരക്ഷിതത്വവും നന്മകളും സ്വർഗീയമായ കൃപകളും സ്വീകരിക്കാൻ, ദൈവത്തിന്റെ കാരുണ്യം സ്വീകരിക്കാൻ തക്കവണ്ണം എന്നെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം എൻ്റെ അമ്മയെ ഞാൻ ഏൽപ്പിക്കുകയാണ്, അഭിഭാഷകയായ അമ്മ. ഓരോ കേസിലും നാം വക്കാലത്ത് കൊടുക്കേണ്ടതില്ല. ഒരു സ്ഥാപനത്തിലായാലും വലിയ സംരംഭങ്ങൾ നടത്തുന്നവരായാലും എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ഒരു വക്കീലിനെ ഹൈക്കോടതിയിൽ, ഏതെങ്കിലും കോടതികളിൽ അവർ നിയോഗിക്കും. ഏത് സാഹചര്യങ്ങളിൽ എപ്പോഴാണ്
കേസുകൾ വരുന്നതെന്ന് അറിയില്ല. എപ്പോൾ വന്നാലും അതിന് തടസ്സം പറയാനും നമുക്ക് വേണ്ടി വാദിക്കാനും വേണ്ടി നേരത്തെ തന്നെ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത് നമ്മുടെ വക്കീലായി അഭിഭാഷകനായി നാം ചിലരെ നിയോഗിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടുന്നതിനേക്കാൾ സ്ഥിരമായി എൻ്റെ അമ്മയെ അഭിഭാഷകയായി സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്ന് നാം വായിച്ചു. യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം, കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കും. ഇതിന്റെ വ്യത്യാസം നാം കാണാം. കാന എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം പേര് മാറ്റി നമ്മളുടെ വ്യക്തിപരമായ പേരോ നമ്മുടെ കുടുംബമോ നമ്മളുടെ ഇടവകയോ നമ്മുടെ കൂട്ടായ്മയോ നമ്മുടെ ദേശമോ എന്തുമാവാം. അവിടെ വിവാഹ വിരുന്ന് എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചായാലും അവരുടെ ജീവിതത്തിൽ നിർണായകമായ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ആഘോഷമായി തീരണമെങ്കിൽ, സന്തോഷം നഷ്ടപ്പെടാതെ സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ അത് നടക്കണമെന്നുണ്ടെങ്കിൽ, അതെല്ലാം അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്നുണ്ടെങ്കിൽ സംരക്ഷണം ആരെ ഏൽപ്പിക്കണം? പരിശുദ്ധ അമ്മയെ. അതാണ് ഇവിടുന്ന് ഇതിൽ മുഖ്യമായി പഠിക്കേണ്ട പാഠം. അതാണ്. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ ഉള്ളിടത്ത്, റാണി ഈച്ച ഉള്ളിടത്ത് ഈച്ചക്കൂട്ടവുമുണ്ട്, തേനുമുണ്ട്. പരിശുദ്ധ അമ്മയുള്ളിടത്ത് യേശുവുണ്ട്, പുണ്യവാന്മാരുണ്ട്, മാലാഖമാരുണ്ട്, സ്വർഗീയമായ സന്തോഷവും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ എൻ്റെ അമ്മയായി, എൻ്റെ അഭിഭാഷകയായി സ്വീകരിക്കുക. എൻ്റെ കുടുംബത്തിൻ്റെ, ഞാൻ പ്രവർത്തിക്കുന്ന ഏത് സംരംഭത്തിൻ്റെയും ഏത് ഇടത്തിൻ്റെയും അവരമ്മയായി നാം സ്വീകരിച്ചാൽ നാം നമ്മുടെ കുറവുകൾ അറിയുന്നതിന് മുമ്പേ പരിശുദ്ധ അമ്മ അറിഞ്ഞ് ഇടപെടും, പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇവിടെ വീഞ്ഞ് തീർന്നു പോകുക എന്ന് പറയുന്നത്, അവിടെ വീഞ്ഞ് എന്ന് പറയുന്നത് ആ വിരുന്നിന്റെ ഒരു ഭാഗമാണ്, ഒരു അവശ്യ ഘടകമായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ഈ വീഞ്ഞ് പഴകുന്തോറും അത് ലഹരി പിടിക്കും. വീഞ്ഞ് മധുരമുള്ള പാനീയമാണ്. വീഞ്ഞ് ഔഷധ ഗുണമുള്ളതാണ്. മുറിവുകൾ ഉണക്കാൻ വീഞ്ഞ് വെച്ച് കിട്ടുമായി, മരുന്നായി ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പല അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെ ലഹരി നഷ്ടപ്പെടാതെ, തീഷ്ണത നഷ്ടപ്പെടാതെ, മാധുര്യം നഷ്ടപ്പെടാതെ, സൗഖ്യം നഷ്ടപ്പെടുത്താതെ, മുറിവുകളേൽക്കാതെ സംരക്ഷിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവിടെ വീഞ്ഞില്ല, വെള്ളമുണ്ട്. പക്ഷേ വെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്താൻ യേശുക്രിസ്തുവിന് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സാധിക്കും. നമ്മുടെ എല്ലാ കുറവുകൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നമുക്കറിയാം, പച്ചവെള്ളം കുടിച്ച് ആരും ലഹരി പിടിക്കുകയില്ല. പച്ചവെള്ളം ഒഴിച്ച് ഒരു മുറിവ് ഉണങ്ങുകയില്ല. പച്ചവെള്ളം മധുരമുള്ള പാനീയമല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തെ ലഹരിയുടെ ഒരു അനുഭവത്തിൽ ദൈവസ്നേഹം ഒരു ലഹരിയായി മാറും. അപ്പോഴാണ് രക്തസാക്ഷികൾ ഉണ്ടാവുക. നമ്മുടെ പ്രേക്ഷിത ജീവിതത്തിന് യഥാർത്ഥത്തിൽ തീഷ്ണത ലഭിക്കുന്നത് അപ്പോഴാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലായാലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലായാലും ഒരു ലഹരിയുടെ അനുഭവം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ സാധാരണ സ്നേഹത്തെ രൂപാന്തരപ്പെടുത്തി മധുരിപ്പിക്കുന്ന, ലഹരി പിടിപ്പിക്കുന്ന, ഔഷധ ഗുണമുള്ള ഒന്നാക്കി മാറ്റുമ്പോഴാണ്. സ്നേഹം ഔഷധ ഗുണമുള്ളതാണ്, എല്ലാ മുറിവുകൾ ഉണക്കുന്നതാണ്.
നമ്മുടെ ജീവിതത്തെ ലഹരി പിടിപ്പിക്കുന്നതാണ്. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ പ്രേരിതരായി രക്തസാക്ഷികളായിട്ടുള്ളവരുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കണം. ക്ഷീണമറിയാതെ ഓടി നടന്ന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പ്രേക്ഷിതരെ പ്രേരിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. നമ്മുടെ കുടുംബങ്ങൾ ഏത് തരത്തിലുള്ള സ്നേഹബന്ധമായാൽ, അപ്പോൾ നമ്മൾ സാധാരണ അനുഭവങ്ങളെ അസാധാരണമാക്കി തീർക്കാൻ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ആവശ്യമാണ്, സഹായകമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ പരിശുദ്ധ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്നുള്ളത് കുടുംബാംഗങ്ങൾ അറിയുന്നതിന് മുമ്പേ അതിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞു. അവൾ അഭിഭാഷകയായി മാറി. യേശുവിന്റെ അടുത്ത് വന്നവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞു. യേശു ചോദിച്ചു, എനിക്കും നിനക്കും എന്ത് എന്ന് പറയുമ്പോൾ അഭിഭാഷകയായി മാറിയ പരിശുദ്ധ അമ്മ പരിചാരകരോട് ഒരർത്ഥത്തിൽ കൽപ്പനയുടെ രൂപത്തിൽ പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുക. നല്ല അഭിഭാഷകർ എന്ത് ചെയ്യും? ഇനി അബദ്ധത്തിൽ ചെന്ന് പെടാതിരിക്കാനുള്ള മാർഗം പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ സുരക്ഷിതമായി നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ, ഉപദേശങ്ങൾ നൽകാൻ നമ്മുടെ ഈ അഡ്വക്കേറ്റ്സ്, അഭിഭാഷകര് നമ്മെ സഹായിക്കും. അവർ റോളാണ് പരിശുദ്ധ അമ്മയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കേണ്ടതുണ്ട്. അഡ്വക്കാരെ എന്ന ലാറ്റിൻ വാക്കാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി പറയുന്ന, മൂന്നാമതൊരാൾ പറയുന്ന, അല്ലെങ്കിൽ രണ്ടാമതൊരാൾ പറയുന്ന അവർ, എനിക്ക് വേണ്ടി വേറൊരാൾ പറയുക. ഇരണേവൂസ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനാണ്. ഔവായുടെ അഭിഭാഷകയാണ് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞു. 45-ാമത്തെ സങ്കീർത്തനത്തിൽ പരിശുദ്ധ അമ്മയെ രാജ്ഞിയായിട്ടാണ് പ്രവചനാത്മകമാണ്. ആ ഒരു സങ്കീർത്തനമായി നമുക്കതിനെ കാണാൻ സാധിക്കും. ഈ അമ്മ രാജ്ഞി എന്നുള്ള സങ്കല്പം ഇസ്രായേലിൽ നിലനിന്നിരുന്നു. ദാവീദ് രാജാവിന്റെ ഭരണകാലത്ത് അമ്മ രാജ്ഞി ഉണ്ടായിരുന്നു. രാജാവിനോടൊപ്പം രാജകീയ സിംഹാസനത്തിൽ അമ്മയെ ഇരുത്തുമായിരുന്നു അമ്മ രാജ്ഞി. അപ്പോൾ പരാതികളുമായി വരുന്നവർ അമ്മ രാജ്ഞിയെ സമീപിക്കും. അമ്മയിലൂടെ രാജാവിന്റെ സന്നദ്ധിയിലെത്തുന്ന ആ ഒരു അനുഭവം, അത് പിന്തുടരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ മലങ്കര ആരാധനക്രമത്തിൽ നിന്നാസ്തുതിയുടെ രാജമകൾ എന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധ കുർബാന മധ്യേ ചൊല്ലുന്നുണ്ട്. അവിടെ നിൻ വലഭാഗേ രാജഭാമിനി, രാജാവിന്റെ അമ്മയും. ഇവിടെ യേശുക്രിസ്തു എന്ന രാജപുത്രന്റെ അമ്മ എന്ന പദവി, സ്വർഗത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ എന്റെയും നിങ്ങളുടെയും അഭിഭാഷകയായി മാറുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു പ്രത്യാശ നൽകുന്ന ഒന്നാണ്. അമ്മയ്ക്കുള്ള ഈ രാജ്ഞീപദം അതാണ്. എലിസബത്ത് അഭിവാദനം ചെയ്യുമ്പോൾ എന്താണ്? എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം. കർത്താവിന്റെ അമ്മയ്ക്കുള്ള ആ ഒരു പദവി പ്രഖ്യാപിക്കുകയൂടെയാണ് ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കണം. അപ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മുടെ അഭിഭാഷകയായി നാം സ്വീകരിക്കണം. മധ്യശതകത്തിൽ എഴുതപ്പെട്ട പ്രാർത്ഥന പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന, അവിടെയും പരിശുദ്ധ അമ്മയെ അഭിഭാഷകയായിട്ടാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അഭിഭാഷക എന്ന പദവി മരിയൻ സമർപ്പണത്തിലൂടെ നമുക്ക് കുറെ കൂടി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. മരിയൻ സമർപ്പണത്തിന്റെ പ്രസക്തി കുറെ കൂടി വർദ്ധിപ്പിക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ അഭിഭാഷക എന്ന ആ ഒരു പദവി. നമുക്ക് വേണ്ടി യേശുവിന്റെ പക്കൽ അഭിഭാഷകയുടെ ദൗത്യം നിർവഹിക്കാൻ അവൾക്ക് അതുവഴി സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. എന്റെ എല്ലാ കേസുകളും കൈകാര്യം ചെയ്യും പരിശുദ്ധ അമ്മയെ നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സമ്പൂർണമായി സമർപ്പിക്കപ്പെടുന്നതിലൂടെ വലിയ ഉത്തരവാദിത്വ ബോധം അതിലൂടെ തന്നെ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയാണ്. വലിയ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രഗത്ഭയായ ഈ അഭിഭാഷക നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് ഓർമ്മിക്കുക. ഒരിക്കൽ പരിശുദ്ധയായ അമ്മയെ നമ്മുടെ അഭിഭാഷകയാക്കിയാൽ നാം അറിയാതെ പോകുന്ന, നാം ഏൽപ്പിക്കാത്ത, പക്ഷേ നാം അറിഞ്ഞേൽപ്പിക്കാത്ത കേസുകളിലും
സന്ദർഭങ്ങളിലും പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കും. നമുക്കെതിരെ വരുന്ന എല്ലാ കേസുകളെയും അമ്മ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യും. സാത്താന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ആംസ്റ്റർഡാമിൽ പരിശുദ്ധ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. 1945 നാം ഉരുവിടേണ്ട പ്രാർത്ഥന, എല്ലാ ദിവസവും ഉരുവിടേണ്ട പ്രാർത്ഥനയാണ്. അവിടെ പരിശുദ്ധ അമ്മ തന്നെ താൻ അഭിഭാഷകയാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ്. ഇങ്ങനെയാണ് ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷ നമുക്ക് പൂർത്തീകരിക്കാം. ക്രിസ്തുനാഥ, പിതാവിന്റെ പുത്ര, അങ്ങേ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അതുവഴി ധാർമ്മികാധപതനം, ദുരന്തങ്ങൾ, യുദ്ധം ആദിയാവിയിൽ നിന്ന് ഞങ്ങൾ സംരക്ഷിക്കപ്പെടും. സർവജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ഈ പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പരിശുദ്ധ അമ്മയെ നമ്മളുടെ അമ്മയായി, നമ്മുടെ അഭിഭാഷകയായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് തീരെഴുതി കൊടുക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, എങ്കിൽ നാം സുരക്ഷിതരാണ്. അമ്മയുടെ കരവലയത്തിൽ നാം സുരക്ഷിതരാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൽ നാം സുരക്ഷിതരാണ്. കാരുണ്യവാനായ ദൈവം നമ്മെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനെ നിറച്ച് ഈ സമർപ്പണത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യഥാർത്ഥ മരിയ ഭക്തി. ഖണ്ഡിക 33. എന്നിൽ വസിക്കുന്ന ക്രിസ്തു മറിയമേ, നിന്റെ പ്രവർത്തന ഫലമാണ്. കൂടാതെ ഇപ്പോൾ ക്രിസ്തു പരിശുദ്ധ കന്യകയുടെ പാവനോദരത്തിൻ്റെ ഫലം കൂടിയാണ്. ഭൂസ്വർഗവാസികൾ സകലരും അനുദിനം 1000 പ്രാവശ്യം നിന്റെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു എന്നാലപിക്കുന്നു. അതിനാൽ തീർച്ചയായും മറിയത്തിൻ്റെ പ്രയത്നവും ഫലവുമായിട്ടാണ് യേശുക്രിസ്തുവിനെ ഓരോ വ്യക്തിക്കും ലഭിക്കുന്നത്. സമഗ്ര ലോകത്തിനും ഇതേ മാർഗത്തിലൂടെ അത്രേ അവിടുത്തെ ലഭിച്ചതും. അതുകൊണ്ട് ആരുടെയെങ്കിലും ഹൃദയത്തിൽ യേശുക്രിസ്തു രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായി പറയാം, എന്നിൽ വസിക്കുന്ന ക്രിസ്തു നിന്റെ പ്രവർത്തന ഫലമാണ്. നിന്നെക്കൂടാതെ ഞങ്ങൾക്ക് ക്രിസ്തുവിനെ ഒരിക്കലും ലഭിക്കുമായിരുന്നില്ല. പരിശുദ്ധ മറിയമേ, അങ്ങേക്ക് നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെപ്പറ്റി പറഞ്ഞവ മറിയത്തിനു നമ്മെപ്പറ്റി കൂടുതൽ ന്യായപൂർവം പറയാം. എൻ്റെ സുതനായ ക്രിസ്തു ദൈവസുതരിൽ പൂർണ്ണമായി രൂപം കൊള്ളുന്നതുവരെ അവരെക്കുറിച്ച് ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു എന്ന്. വിശുദ്ധ അഗസ്തീനോസ് ഒരു പടി കൂടി കടന്നു പറയുകയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ മനുഷ്യപുത്രനോട് അനുരൂപരാകേണ്ടതിന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവർ മറിയത്തിൻ്റെ ഉദരത്തിൽ സൂക്ഷിക്കപ്പെടുന്നു. അവർ സംരക്ഷണവും സഹായവും പോഷണവും ഈ നല്ല മാതാവിൽ നിന്ന് സ്വീകരിച്ച് അവിടെ വളരുന്നു. നീതിമാന്മാരുടെ ജന്മദിനം എന്ന് സഭ വിശേഷിപ്പിക്കുന്ന മരണം വരെ അവൾ അവരെ സംരക്ഷിച്ച് മഹത്വത്തിലേക്ക് ആനയിക്കും. കൃപാവരത്തിൻ്റെ അഗ്രാഹ്യമായ രഹസ്യം തിരസ്കൃതർക്ക് അതു തികച്ചും അജ്ഞാതം. തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും
അത് എത്ര കുറച്ചു മാത്രമാണ് ഗ്രഹിക്കുക. പിതാവേ, അങ്ങേ തിരുക്കുമാരന്റെ പീഡാനുഭവ മരണങ്ങളുടെ യോഗ്യത മുഴുവൻ പ്രസാദവരങ്ങളായി അവിടുന്ന് എനിക്കായി കരുതി വെച്ചിരിക്കുന്നതിന് നന്ദി പറയുന്നു. അവയുടെ സൂക്ഷിപ്പുകാരിയും വിതരണക്കാരിയും എന്റെ അമ്മയായ പരിശുദ്ധ മറിയം തന്നെയാണെന്ന കാര്യം എന്നെ അത്യധികം ആനന്ദിപ്പിക്കുന്നു. പരിശുദ്ധ മറിയമേ, നീയും നിന്റെ പക്കലുള്ളതും എനിക്ക് തരാൻ മാത്രം നീ എന്നെ അത്ര അധികമായി സ്നേഹിക്കുന്നുവല്ലോ. എന്റെ അമ്മേ, നീ എന്റേതാകേണ്ടതിന് ഞാൻ ആദ്യം നിന്റേതാകട്ടെ. യോഹന്നാൻ ശ്ലീഹായെ അനുകരിച്ച് ഞാൻ ആദ്യം നിന്നെ സ്വന്തമാക്കട്ടെ. അപ്പോൾ എന്നെ നിനക്ക് സ്വന്തമാക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് കിട്ടും. അതിനായി സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിനൊരുങ്ങുന്ന എന്റെ തയ്യാറെടുപ്പ് മറിയമേ, പ്രസാദവരക്രമത്തിൽ സർവശക്തിയായവളെ ഏറ്റെടുത്ത് ഫലദായകമാക്കണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതിരവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വെങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നിലപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതിരവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈ ലോകത്തോടൊട്ടിച്ചേരുന്നതിന് ബന്ധിച്ചിടുന്ന എല്ലാ പ്രബോധനങ്ങളിൽ നിന്നും വാദമുഖങ്ങളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും സംരക്ഷിക്കപ്പെടട്ടെ. ഈ ലോകത്തിലെ എല്ലാ തർക്കങ്ങളിൽ നിന്നും ഈ ലോകത്തിന്റെ അരൂപികളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും വിടുതൽ നേടുകയും ചെയ്യട്ടെ. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന അഭിഭാഷകയായ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ അഭയം തേടുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ ലഭിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മധ്യസ്ഥതയും മാലാഖമാരുടെ കാവലും എന്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.